ഹലോ ഹായ് അസ്സാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? പെരുന്നാളൊക്കെ ആണല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ ആയിട്ട് അച്ചാറുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവില്ലേ? അപ്പോൾ നിങ്ങൾക്ക് വെറൈറ്റി ഒരു മാങ്ങ കൊണ്ട് വെറൈറ്റി ഒരു അച്ചാർ ഞാൻ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പം അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ ഇപ്പം മാങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മ പറഞ്ഞു ഞാനൊരു അച്ചാർ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അമ്മ അതാ മാങ്ങ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മാങ്ങ ചെറുതാക്കിയിട്ടൊന്നുമല്ല കട്ട് ചെയ്യണത്, ഇതിങ്ങനെ ചെത്തിയിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഇമ്മമ്മ അങ്ങനെ നല്ലൊരു കഷ്ണത്തിൽ ഇതുപോലെ കേട്ടോ കട്ട് ചെയ്തെടുക്കണത്. അപ്പോൾ കുറച്ച് വലിയ കഷ്ണാക്കിയിട്ട് എടുക്കണം കേട്ടോ, എന്നാലേ ഈ അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ മമ്മ 3 മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ 3 മാങ്ങ കൊണ്ട് അച്ചാർ ഇടുകയാണ്. പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ അച്ചാർ. അതിന് വേണ്ടിയിട്ട് ആ മാങ്ങയൊക്കെ നുറുക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞെടുക്കുകയാണ് കേട്ടോ. അതൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ട് ഈ മാങ്ങയൊക്കെ തന്നെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൽ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിടുകയാണ് കേട്ടോ. വെളുത്തുള്ളിയൊക്കെ ഓരോന്ന് പൊളിച്ചിട്ടും ഇഞ്ചി കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അച്ചാറിടാൻ വേണ്ടി പോവാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായപ്പോൾ മമ്മയ്ക്ക് കടുക് ഇടുന്നുണ്ട് കേട്ടോ. കടുകും ഉലുവയും വറുത്ത് പിടിച്ചിട്ടിട്ടുള്ള അച്ചാറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്, കാരണം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ തന്നെ എത്ര മാങ്ങ അച്ചാർ ഇട്ടിരുന്നത്. അച്ചാർ പൊടി അങ്ങനത്തെ സംഭവങ്ങൾ സുർക്കൊന്നും ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല എത്ര കേട്ടോ. അപ്പം അമ്മ പറയാണ് ഇതൊക്കെ ഞങ്ങൾ നല്ല മൺകലത്തിലൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിരുന്ന അച്ചാറാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട്, മാങ്ങ കിട്ടുകയാണെങ്കിൽ ഈ പെരുന്നാളിന് അച്ചാറിടുമ്പോൾ ഇതുപോലെ ഒന്ന് അച്ചാറിട്ട് വെച്ച് നോക്കൊണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഉലുവയും കടുകൊക്കെ നല്ലതുപോലെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ, നല്ല വറവായി വരുന്നുണ്ട്. അപ്പോൾ അതൊരു പാത്രത്തേക്ക് ഒഴിച്ച് വെച്ചിട്ട് പിന്നെ ആ ചട്ടിയിൽ തന്നെ കുറച്ച് ഉണക്കമുളക് എടുത്തിട്ട് വറുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഉണക്കമുളക് ഇതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അച്ചാർ പൊടി അങ്ങനത്തെ ഒന്നും പൊടികളൊന്നും ചേർക്കണില്ല. നമ്മൾ ഉണക്കമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ, ഇതിൽ ഇട്ടിട്ടൊന്ന് വറുത്തിട്ട്. അപ്പോൾ ഈ ഉലുവയും കടുകും ഉണക്കമുളകും കൂടെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ച് എടുക്കാട്ടോ ചെയ്യുക. അമ്മ പറയണ പണ്ട് കാലത്ത് മിക്സിയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, അപ്പോൾ ഞാനൊക്കെ ഉരലിലിട്ടിട്ട് ഇടിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഞാനൊക്കെ കുട്ടിയാകുമ്പോൾ തന്നെ അവിടെ അമ്മമാൻ്റെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ അമ്മ ഒരുപാട് അച്ചാറിട്ട് വെച്ചിട്ടുണ്ടാവും കേട്ടോ. നല്ല മൺകാലത്തിലൊക്കെ അച്ചാറിട്ട് വെച്ചിട്ടുണ്ടാവും, നല്ല ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. നല്ല ചോറിലൊക്കെ അത് മാത്രം ഒഴിച്ചിട്ടാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതാ മുളക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് മമ്മ ചട്ടിയിലിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ മുളകൊന്ന് നല്ലതുപോലെ വറുത്തെടുക്കാം. മുളകിൻ്റെ കളറൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഏകദേശം മുളക് വറവായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കടുക് വറുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. നമ്മൾ അച്ചാറിടുമ്പോൾ വെള്ളം ഒഴിക്കൂലല്ലോ, ഇതിൽ നമ്മൾ അപ്പം മുളകൊക്കെ ഇതാ അടിപൊളിയായിട്ട് വറവായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് വെച്ചിട്ട് ഇനി ആ ചട്ടിയിൽ തന്നെ മമ്മ എണ്ണ ഒഴിച്ചങ്ങാണ്ട് കടുകൊക്കെ വറുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഞാനിതൊന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചൂടാറി കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ച് കൊടുക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉരലിലൊന്നും ഇട്ടിട്ട് ഇടിക്കൊന്നും ചെയ്യൂലല്ലോ. പിന്നെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നല്ലെണ്ണയാണ് ഇതിന് ഏറ്റവും നല്ലത്. പക്ഷേ നല്ലെണ്ണയുടെ ചുവ ഞങ്ങൾക്കൊന്നും പറ്റാത്തതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാനിപ്പോൾ ഒരു കപ്പിൽ വെള്ളം കാണിച്ചു തന്നില്ലേ, ആ പച്ചവെള്ളം തന്നെ അതിക്കാണ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. എന്നിട്ട് പിന്നെ ആ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ആ വെള്ളം തിളച്ച് വരുമ്പോഴത്തേന് ഞാൻ ഈ മുളകൊന്ന് പൊടിച്ച് കൊണ്ടിട്ടേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മമാനോട് ഇതൊന്ന് പൊടിച്ച് എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ട് അത് പൊടിക്കാൻ വേണ്ടി പോന്നിക്കാണ് കേട്ടോ. അപ്പോഴേക്കും അമ്മ അതിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഈ മുളക് മിക്സിയുടെ ജാറിൽ ആദ്യം മുളകൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് പിന്നെ കടുക് ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ മിക്സിയുടെ ജാറിൽ എങ്ങനെ ചെറുതായിട്ട് പൊടിക്കാൻ നോക്കിയാലും ഒന്ന് നൈസായി പൊടിഞ്ഞു വരുമല്ലോ. അപ്പോൾ അതാ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ മാങ്ങ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചെറിയൊരു തള വരുമ്പോൾ അവിടെ ഓഫാക്കിയാൽ മതി കേട്ടോ. പിന്നെ നല്ലതുപോലെ മാങ്ങ കഷ്ണം വേവിച്ചെടുക്കുകയൊന്നും വേണ്ട. അപ്പോൾ അതാ മിക്സിയുടെ ജാറിൽ മുളക് പൊടിച്ചെടുത്തിട്ട് കടുകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മമ്മ തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ ഇളക്കിക്കൊണ്ടിരിക്കണത്. ഇനി ഞാൻ ഈ പൊടിച്ചതും കൂടെ കൊടുന്ന് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യുക. എന്നിട്ട് പിന്നെ ഈ അച്ചാർ ഇന്ന് തന്നെ കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. മാങ്ങൻ്റെ പുളിയൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ മാങ്ങൻ്റെ പുളിയൊക്കെ ഇതിക്കൊന്ന് ഇറങ്ങി വരണമെങ്കിൽ നമ്മൾ പിറ്റേ ദിവസമാണ് കേട്ടോ ഇത് കഴിച്ച് നോക്കേണ്ടത്. അപ്പോൾ ഞങ്ങളിതാ ഉപ്പ് ഈ സമയത്ത് നമ്മളിതിൽ ഉപ്പൊക്കെ നോക്കണം കേട്ടോ. ഞങ്ങൾ ഉപ്പൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല നോമ്പായതുകൊണ്ട്. പിന്നെ നോമ്പൊക്കെ തുറന്നതിന് ശേഷം
നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പൊക്കെ നല്ല കറക്റ്റായിരുന്നു കേട്ടോ അമ്മമ്മ ഇട്ടിട്ടുണ്ടായിരുന്നതൊക്കെ. അപ്പോൾ അതാ എല്ലാവരും മാങ്ങ കിട്ടുകയാണെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് അച്ചാറുണ്ടാക്കി നോക്കട്ടോ. ഈ പെരുന്നാൾക്ക് ഒരു സ്പെഷ്യൽ മാങ്ങച്ചാർ ആയിക്കോട്ടെ. നമ്മൾ പഴമയുടെ രുചിയിൽ എന്ന് പറയില്ലേ, അതുപോലുള്ള ഒരു മാങ്ങച്ചാറാണ് കേട്ടോ. ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ വലിയ ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും പക്ഷേ ഇത് നമ്മൾ കുറച്ചൊക്കെ കഴിഞ്ഞ് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ കുറുകി വരും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കാണാനും കഴിക്കാനും അതുപോലെ തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു. അസ്സലാമു അലൈക്കും.